അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 26 ഞായറാഴ്ച. ഗുജറാത്തിലെ രാജ്കോട്ടിൽ ഗെയിമിംഗ് സെന്ററിലുണ്ടായ തീപിടുത്തത്തിൽ 27 പേർ മരിച്ചു, നിരവധി പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽ ഗുജറാത്ത് സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു. നാനാമാവോ റോഡിലെ ഗെയിമിംഗ് സോണിൽ ഇന്നലെ വൈകിട്ട് 4:30യോടെയാണ് അപകടമുണ്ടായത്. ഗെയിമിംഗിനായി നിർമ്മിച്ച ഫൈബർ കൂടാരം പൂർണ്ണമായി കത്തിയമരുകയായിരുന്നു. സംഭവത്തിൽ ഗെയിമിംഗ് സോൺ ഉടമ യുവരാജ് സിംഗ് സോളങ്കി ഉൾപ്പെടെ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ട വോട്ടെടുപ്പിൽ 61.46% പോളിംഗ്. ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് പശ്ചിമ ബംഗാളിലാണ്, 79.78%. ഏറ്റവും കുറവ് ഉത്തർപ്രദേശിലും 54.03%. ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടന്ന ഡൽഹിയിൽ 57.82%, ഹരിയാനയിൽ 61.16% പോളിംഗ് രേഖപ്പെടുത്തി. ഒഡീഷ 70.23%, ജാർഖണ്ഡ് 63.76%, ബീഹാർ 55.24%, ജമ്മു കാശ്മീർ 54.46% എന്നിങ്ങനെയാണ് മറ്റിടങ്ങളിലെ കണക്ക്. അന്തിമ കണക്കുകൾ വരുന്നതോടെ പോളിംഗ് ശതമാനത്തിൽ നേരിയ വ്യത്യാസം ഉണ്ടാകാം എന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5 ഘട്ടങ്ങളിലെയും ഓരോ സീറ്റുകളിലെയും സമ്പൂർണ്ണ വോട്ടുകളുടെ വിവരങ്ങൾ പുറത്തുവിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 5 ഘട്ടത്തിലെയും വോട്ടിംഗ് ശതമാനം, വോട്ടർമാരുടെ എണ്ണം എന്നിവയടക്കമുള്ള ഇതുവരെയുള്ള കണക്കുകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടത്. ഓരോ പോളിംഗ് സ്റ്റേഷനിലെയും വോട്ടുകളുടെ കണക്ക് വ്യക്തമാക്കുന്ന ഫോം 17C വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടുള്ള വിവിധ ഹർജികൾ സുപ്രീംകോടതി തള്ളിയതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവരങ്ങൾ പുറത്തുവിട്ടത്. 77ാം കാൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ അഭിമാനമായി ഇന്ത്യയും മലയാളവും. മുംബൈ സ്വദേശിയായ പായൽ കബാഡിയ എന്ന സംവിധായക ഒരുക്കിയ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രത്തിനാണ് ഇത്തവണത്തെ മികച്ച 2ാമത്തെ ചിത്രത്തിനുള്ള ഗ്രാൻഡ് പ്രീ പുരസ്കാരം ലഭിച്ചത്. മലയാളത്തിലും ഹിന്ദിയിലും ഒരുക്കിയ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയത് മലയാളി താരങ്ങളായ ദിവ്യപ്രഭയും കനി കുസൃതിയുമാണ്. ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യൻ സിനിമയെന്ന ചരിത്ര നേട്ടവും ചിത്രം സ്വന്തമാക്കി. ആദ്യമായാണ് ഒരു ഇന്ത്യൻ സംവിധായകയ്ക്ക് ഗ്രാൻഡ് പ്രീ ലഭിക്കുന്നത്. സംസ്ഥാനത്ത് 1 മാസത്തെ ക്ഷേമ പെൻഷൻ അടുത്ത ആഴ്ച വിതരണം ചെയ്യും. ബുധനാഴ്ച മുതൽ പെൻഷൻ വിതരണത്തിനായി 900 കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചു. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ അർഹരായ എല്ലാവർക്കും പെൻഷൻ ലഭിക്കും. 5 മാസത്തെ പെൻഷനാണ് ഇനി കുടിശ്ശികയായി ഉള്ളത്. മദ്യനയത്തിലെ ഇളവിന് 25 കോടി പിരിവെന്ന ബാർ ഉടമയുടെ ശബ്ദരേഖ സംബന്ധിച്ച് എക്സൈസ് മന്ത്രി കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. മദ്യനയം സംബന്ധിച്ച് പ്രാഥമികമായ യാതൊരു ചർച്ചയും നടന്നിട്ടില്ല. UDF നേതാക്കന്മാർ 8 വർഷമായി അധികാരത്തിൽ ഇല്ലാത്തതിന്റെ പ്രശ്നമാണ്. അവർക്ക് ചികിത്സ നൽകാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നും മന്ത്രി പറഞ്ഞു. അതോടൊപ്പം ബാർക്കോഴ വിവാദത്തിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന എക്സൈസ് മന്ത്രിയുടെ പരാതിയിൽ ക്രൈംബ്രാഞ്ച് പ്രാഥമിക പരിശോധന തുടങ്ങി. ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് 2 മന്ത്രിമാർക്ക് പങ്കുണ്ടെന്നും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും UDF കൺവീനർ MM ഹസൻ ആവശ്യപ്പെട്ടു. എക്സൈസ് മന്ത്രി MB രാജേഷിനും ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിനും ബാർക്കോഴയിൽ പങ്കുണ്ടെന്നും ഇരുവരും രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടു. ബാർക്കോഴ ആരോപണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പോരെന്നും ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ യഥാർത്ഥ വസ്തുത പുറത്തുവരില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കുറഞ്ഞപക്ഷം ജുഡീഷ്യൽ അന്വേഷണമെങ്കിലും സർക്കാർ പ്രഖ്യാപിക്കണമെന്നും ഹസൻ വ്യക്തമാക്കി. പിണറായി സർക്കാരിനെതിരെ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കാൻ UDF തീരുമാനം. തെരഞ്ഞെടുപ്പ് വിലയിരുത്തലിനായി കന്റോൺമെന്റ് ഹൌസിൽ ചേർന്ന UDF ഏകോപന സമിതി യോഗത്തിലാണ് ബാർക്കോഴയിൽ അടിയന്തരമായി പ്രക്ഷോഭത്തിനിറങ്ങാൻ തീരുമാനിച്ചത്. മദ്യനയം ബാറുടമകൾക്ക് അനുകൂലമാക്കാൻ കോടികളുടെ കോഴ വാങ്ങിയെന്ന ആരോപണത്തിന് പിന്നാലെയാണ് ഈ തീരുമാനം എന്ന് വാർത്താസമ്മേളനത്തിൽ കൺവീനർ MM ഹസൻ വ്യക്തമാക്കി. മദ്യനയ അഴിമതിയിൽ മന്ത്രി MB രാജേഷിനെ മാറ്റി നിർത്തി സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് രമേശ് ചെന്നിത്തല. സർക്കാർ ഇതുവരെ മദ്യനയത്തിൽ മാറ്റം വരുത്തുന്നതിനുള്ള ചർച്ചകളിലേക്ക് കടന്നിട്ടില്ലെന്ന് മന്ത്രി പറയുന്നത് രക്ഷപ്പെടാനുള്ള തന്ത്രം മാത്രമാണെന്നും ചെന്നിത്തല പറഞ്ഞു. എക്സൈസ് മന്ത്രി MB രാജേഷിന്റെ പ്രൈവറ്റ് സെക്രട്ടറി VPP മുസ്തഫയ്ക്കെതിരെ ചെറിയാൻ ഫിലിപ്പ്. ഏതാനും മാസം മുമ്പുള്ള മുസ്തഫയുടെ രാജിയുടെ കാരണം CPM നേതൃത്വം വ്യക്തമാക്കണമെന്നും രാജിയിൽ ദുരൂഹതയുണ്ടെന്നും ചെറിയാൻ ഫിലിപ്പ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആരോപിച്ചു.
ബാർകോഴ വിവാദത്തിൽ മലക്കം മറിഞ്ഞ് ബാർ ഉടമ സംഘടനാ നേതാവ് അനിമോൻ. പണം പിരിക്കാൻ ആവശ്യപ്പെട്ടത് സംഘടനയ്ക്ക് കെട്ടിടം വാങ്ങാനാണെന്നാണ് അനിമോൻ ഇപ്പോൾ പറയുന്നത്. സംഘടനയിലെ അംഗങ്ങളോട് എന്ന ആമുഖത്തിൽ തുടങ്ങുന്ന ദീർഘമായ വാട്സപ്പ് സന്ദേശത്തിലാണ് ഇക്കാര്യം പറയുന്നത്. താൻ ഒളിവിലല്ലെന്നും അനിമോൻ വ്യക്തമാക്കി. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. ലോക കേരള സഭ UDF ബഹിഷ്കരിച്ചുകൊണ്ട് ഒരു കുഴപ്പവും വരില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ലോകത്ത് ഇതുപോലെ മാതൃകാപരമായ ഒരു കൂട്ടായ്മ ഇല്ലെന്നും നല്ല നിലയിൽ മുന്നോട്ടു പോകുമെന്നും ബഹിഷ്കരിച്ചവർ ബഹിഷ്കൃതരായെന്നും അദ്ദേഹം പറഞ്ഞു. പ്രവാസികളോടുള്ള കരുതൽ ഇടതുപക്ഷത്തിന് കുറയുന്നില്ലെന്നും പ്രവാസികളെ ശക്തിപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. ഹജ്ജ് യാത്ര നിർവഹിക്കുന്നതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയതായി മന്ത്രി P രാജീവ്. കൊച്ചി നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജ് യാത്ര പുറപ്പെടുന്ന തീർത്ഥാടകർക്കായുള്ള ഹജ്ജ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഇന്ന് ഉച്ചയ്ക്ക് 12-ന് 279 ഹാജിമാരുമായി ആദ്യ വിമാനം പുറപ്പെടും. 17,883 പേരാണ് കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നീ 3 എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നായി കേരളത്തിൽ നിന്ന് ഈ വർഷം ഹജ്ജ് തീർത്ഥയാത്ര നടത്തുന്നത്. മുൻവർഷത്തെ അപേക്ഷിച്ച് 6,516 പേരാണ് അധികമായി യാത്ര ചെയ്യുന്നത്. ഇതിൽ 10,064 പേർ സ്ത്രീകളാണ്. 7,229 പേരാണ് പുരുഷന്മാരായിട്ടുള്ളത്. 9 ലക്ഷം രൂപയ്ക്ക് വൃക്ക വിൽക്കാൻ നിർബന്ധിച്ചെന്ന് യുവതിയുടെ പരാതി. നെടുമ്പോയിലെ ആദിവാസി യുവതിയുടേതാണ് പരാതി. സംഭവത്തിൽ ഭർത്താവിനും പെരുന്തോടി സ്വദേശി ബെന്നിക്കുമെതിരെയാണ് ഗുരുതര ആരോപണവുമായി യുവതി രംഗത്തെത്തിയത്. വൃക്ക നൽകാനാകില്ലെന്ന് പറഞ്ഞ് പിന്മാറിയപ്പോൾ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും യുവതി പറഞ്ഞു. പക്ഷിപ്പനിയെ തുടർന്ന് 9,691 വളർത്തുപക്ഷികളെ ദയാവധം ചെയ്ത് ശാസ്ത്രീയമായി സംസ്കരിച്ചു. മൃഗസംരക്ഷണ വകുപ്പിന്റെ മണർക്കാട് പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രത്തിലെയും പക്ഷിപ്പനി ബാധിത മേഖലയിലെയും കോഴികളെയാണ് ദയാവധം ചെയ്ത് സംസ്കരിച്ചത്. 2 ദ്രുതകർമ്മ സംഘങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ മാർഗനിർദ്ദേശപ്രകാരമുള്ള നടപടികൾ നിർവഹിച്ചത്. സ്പൈനൽ മസ്കുലർ അട്രോഫി ബാധിച്ച 12 വയസ്സിന് താഴെ അപേക്ഷ സമർപ്പിച്ച എല്ലാ കുട്ടികൾക്കും സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പദ്ധതിയിലൂടെ സൗജന്യ മരുന്ന് നൽകിയതായി മന്ത്രി വീണ ജോർജ്. ഇവർക്കുള്ള തുടർ ചികിത്സയും സൗജന്യ മരുന്നുകളും നൽകും. 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മാത്രം നൽകിയിരുന്ന മരുന്ന് അടുത്തിടെ 12 വയസ്സ് വരെയാക്കിയിരുന്നു. ഒരു ഡോസിന് 6 ലക്ഷത്തോളം വിലയുള്ള മരുന്നുകൾ സൗജന്യമായാണ് നൽകിയത്. ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു സംസ്ഥാനത്ത് അപൂർവ രോഗത്തിനുള്ള മരുന്നുകൾ സർക്കാർ തലത്തിൽ സൗജന്യമായി നൽകാൻ ആരംഭിച്ചതെന്ന് മന്ത്രി പറഞ്ഞു. അവയവ കച്ചവട കേസിൽ പോലീസ് അന്വേഷണം കൂടുതൽ ഊർജിതമാക്കി. കൂടുതൽ അറസ്റ്റ് ഉടനുണ്ടാകും. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ സജിത്തിൽ നിന്ന് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചുവെന്ന് എറണാകുളം റൂറൽ SP അറിയിച്ചു. 2 പേരാണ് കേസിൽ ഇതുവരെ അറസ്റ്റിലായത്. അവയവ കടത്തിന് സാമ്പത്തിക ഇടപാടിന് നേതൃത്വം നൽകിയതിനാണ് സജിത് ശ്യാം പിടിയിലാകുന്നത്. എന്നാൽ ഇവർക്ക് മുകളിൽ ഒരാളുണ്ടെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ തിരുവനന്തപുരം നഗരത്തിലുണ്ടായ വെള്ളക്കെട്ടിന് പരിഹാരം കാണാത്ത മേയർ ആര്യ രാജേന്ദ്രൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് BJP നഗരസഭയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. സ്മാർട്ട് സിറ്റി പണി നടക്കുന്നതിനാൽ നഗരത്തിൽ പല റോഡുകളിലൂടെയുമുള്ള ഗതാഗതം ബുദ്ധിമുട്ടേറിയതാണ്. ഈ സാഹചര്യത്തിൽ കോർപ്പറേഷൻ ഭരണത്തിലുണ്ടായ വീഴ്ചയാണ് വെള്ളക്കെട്ടിന് കാരണം എന്നാരോപിച്ചാണ് BJP കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. വയോജനങ്ങളെ മക്കൾ സംരക്ഷിക്കുന്നില്ല എന്ന പരാതിയിൽ റവന്യൂ ഡിവിഷണൽ ഓഫീസർമാർ നടപടി സ്വീകരിക്കണമെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ. ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടത്തിയ സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അംഗം. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട റീമൽ ചുഴലിക്കാറ്റ് നാളെ തീരം തൊടും. പശ്ചിമ ബംഗാൾ, ഒഡീഷ സംസ്ഥാനങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. കേരളത്തിന് റീമൽ ചുഴലിക്കാറ്റ് കാര്യമായ ഭീഷണി ഉയർത്തില്ല. മറ്റന്നാൾ വരെ മീൻ പിടിക്കാൻ പോകരുതെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFEയുടെ ഗാലക്സി ചിട്ടികൾ വരവായി. 100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു. ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി, ഇനി ആഘോഷ ചിട്ടി. ഛത്തീസ്ഗഡിലെ ബെമേത്രയിൽ വെടിമരുന്ന് ഫാക്ടറിയിലുണ്ടായ പൊട്ടിത്തെറിയിൽ ഒരാൾ മരിക്കുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു.
സംഭവത്തിൽ പോലീസ് അന്വേഷണം നടക്കുകയാണെന്ന് ഛത്തീസ്ഗഡ് ഉപമുഖ്യമന്ത്രി വിജയ് ശർമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു. പോലീസിന്റെ കസ്റ്റഡിയിലെടുത്ത യുവാവ് മരിച്ചതിനെ തുടർന്ന് നടന്ന പ്രതിഷേധത്തിനിടെ കർണാടകയിലെ ദാവൻഗരയിൽ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് ജനക്കൂട്ടം. ചന്നഗിരി സ്വദേശിയായ ആദിൽ എന്ന യുവാവാണ് മരിച്ചത്. പണം വെച്ചുള്ള ചൂതാട്ടത്തിനിടെയാണ് ആദിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു മാവോയിസ്റ്റിനെ വധിച്ചു. ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിൽ ഉണ്ടായ ഏറ്റുമുട്ടലിലാണ് മാവോയിസ്റ്റ് കൊല്ലപ്പെട്ടത്. സ്ഥലത്ത് പരിശോധന തുടരുകയാണെന്ന് സുരക്ഷാ സേന അറിയിച്ചു. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികൾക്ക് നാസ പരിശീലനം നൽകുമെന്ന് ഇന്ത്യയിലെ US പ്രതിനിധി എറിക് ഗാർസെറ്റി. ബാംഗ്ലൂരിൽ നടന്ന US ഇന്ത്യ കൊമേഴ്സ്യൽ സ്പേസ് കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് സംയുക്ത ദൌത്യം അയക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികൾക്ക് നാസ ഉടൻ തന്നെ വിപുലമായ പരിശീലനം നൽകും. ഹരിയാന BJP സർക്കാരിന് പിന്തുണ നൽകിയിരുന്ന സ്വതന്ത്ര MLA രാകേഷ് ദൌലത്താബാദ് ഹൃദയാഘാതം മൂലം മരിച്ചു. 44 വയസ്സായിരുന്നു. രാകേഷ് ദൌലത്താബാദിന്റെ വിയോഗത്തോടെ ഹരിയാന നിയമസഭയിലെ അംഗങ്ങളുടെ എണ്ണം 87ആയി. ഇതോടെ ഹരിയാനയിൽ സർക്കാരിന് വേണ്ട കേവല ഭൂരിപക്ഷം 44 ആയെങ്കിലും BJPക്ക് 44 MLAമാരുടെ പിന്തുണ മാത്രമേ നിലവിലുള്ളൂ. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഫൈനലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ഏറ്റുമുട്ടും. ഇന്ന് വൈകിട്ട് 7:30 ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ആദ്യ ക്വാളിഫയറിൽ ഹൈദരാബാദിനെ തോൽപ്പിച്ചാണ് കൊൽക്കത്ത ഫൈനലിലെത്തിയത്. രണ്ടാം ക്വാളിഫയറിൽ രാജസ്ഥാനെ തോൽപ്പിച്ചാണ് ഹൈദരാബാദിന്റെ ഫൈനൽ പ്രവേശം. മാഞ്ചസ്റ്റർ സിറ്റിയെ തോൽപ്പിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് FA കപ്പ് ചാമ്പ്യന്മാരായി. വെംബ്ലി സ്റ്റേഡിയത്തിൽ ചിരവൈരികൾ തമ്മിൽ നടന്ന പോരാട്ടത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്കാണ് യുണൈറ്റഡിന്റെ ജയം. ഇതോടുകൂടി ഡെയിലി ന്യൂസിന് ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.